അടിപൊളിയാട്ടോ. ഇന്നിവിടെ ഒരു പൈനാപ്പിൾ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്നൊരു സാലഡ് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കറിയാണ്, പൈനാപ്പിൾ കറിയാണ് ഉണ്ടാക്കുന്നത്, ചോറിനൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. ആദ്യം തന്നെ സാലഡ് ഉണ്ടാക്കാം. അതിനായിട്ട് പൈനാപ്പിൾ കട്ട് ചെയ്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. അതിൻ്റെ സെൻറ്ററിലുള്ള സാധനം മാറ്റണം. അത് നമ്മൾ ചിലർക്കൊക്കെ ചൊറിച്ചിലൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് അത് ഞാൻ ഏതായാലും മാറ്റുവാണ്. അതിനുശേഷം സാലഡിനുള്ളതൊക്കെ ഞാൻ കട്ട് ചെയ്ത് റെഡിയാക്കുവാണ്. പൈനാപ്പിളിൻ്റെ മധുരവും പുളിയും പിന്നെ മിൻറ്റ് ലീഫ് ഇടുന്നുണ്ട്, അതിൻ്റെ ആ ഒരു സുഗന്ധം ഉണ്ടല്ലോ അതും, പിന്നെ ചതച്ച മുളക് വേണം, പിന്നെ കുറച്ച് നാരങ്ങ നീരൊഴിച്ച് കൊടുക്കുന്നുണ്ട്, ഉപ്പ്, ഇതെല്ലാമാണ് ഇതിൽ ചേർക്കാനുള്ളത്. നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു നല്ല സാലഡാണ് ഇത്. ഉണ്ടാക്കി കഴിയുമ്പോൾ തന്നെ നമ്മുടെ വായിൽ വെള്ളം വരും. അത്രയും ഒന്നാന്തര സാലഡാട്ടോ. ഒരേ സമയം മധുരമുണ്ട്, എരിവുണ്ട്, പുളിയുണ്ട്. ഇത് നല്ല റീഫ്രഷിംഗ് ആണ്. വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കൊക്കെ ഇത് കഴിച്ചാൽ ഒത്തിരി നല്ലതാണ്. നമ്മുടെ വയറ് പെട്ടെന്ന് ഫുള്ളായിട്ട് ഒരു ഫീല് കിട്ടും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി ഒന്നും ഫുഡ് പിന്നെ അതിന് ശേഷം കഴിക്കില്ല. ഞാനിതിൻ്റെ പകുതി ഭാഗം പൈനാപ്പിൾ കറി ഉണ്ടാക്കാനായിട്ട് എടുത്ത് മാറ്റി വയ്ക്കുവാണ്. ഇത് ഇതുപോലെ ചെറിയ പീസായിട്ടാണ് സാലഡിന് കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് എപ്പോഴത്തേക്ക് ഒരു പീസ് താഴോട്ടും പോയി പോട്ടെ. അപ്പോൾ നമ്മുടെ പൈനാപ്പിളൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള സാധനങ്ങൾ റെഡിയാക്കാം. പൈനാപ്പിളിൽ ബ്രോമലൈൻ എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ട്. ഇതാണ് നമ്മുടെ പ്രോട്ടീനെ പെട്ടെന്ന് വിഘടിപ്പിക്കാനായിട്ട് സഹായിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദഹന പ്രക്രിയയൊക്കെ എളുപ്പമാക്കി മാറ്റും. നമ്മുടെ ഗ്യാസ് പ്രോബ്ലമൊക്കെ ഇത് കുറയ്ക്കും. ഇപ്പോൾ ഗ്യാസിൻ്റെ കംപ്ലൈൻ്റ് ഉള്ളവരൊക്കെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഒരു പീസ് പൈനാപ്പിൾ കഴിച്ചാൽ ആ ഗ്യാസ് പ്രോബ്ലം മാറുന്നതായിട്ട് പറയുന്നുണ്ട്. ഡോക്ടേഴ്സും അങ്ങനെ പറയുന്നുണ്ട്. നിങ്ങളൊരു പീസ് പൈനാപ്പിൾ കഴിച്ച് നോക്കൂ, എങ്ങനെയുണ്ട്, ഗ്യാസ് മാറുമെന്ന്. ഇനി നമുക്ക് നമ്മുടെ ഗാർഡനിലേക്ക് ഒന്ന് പോകാം. അവിടെ ഞാൻ എൻ്റെ കെയിൽ നട്ടേക്കണേണിത്. ഇത് കറി വയ്ക്കാറായിട്ടുണ്ട്. ഇതിൻ്റെ ഇലയൊക്കെ കട്ട് ചെയ്ത് ഇനി കറി വയ്ക്കാം. ഇതാണ് മിൻറ്റ് ലീവ്സ്. ഇത് നമ്മളിങ്ങനെ ഇഷ്ടം പോലെ ഉണ്ടായി വരും. തണുപ്പ് കാലത്ത് ഇതിങ്ങനെ പോയാലും നല്ല വെയിലൊക്കെ വരുമ്പോഴത്തേക്കും, വെതർ മാറുമ്പോൾ, സമ്മർ വരുമ്പോൾ നല്ല അടിപൊളിയായിട്ട് വരും. ഒരു കെയറും വേണ്ട കേട്ടോ. ഇത് നമുക്ക് ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കാം. അപ്പോൾ ഗാർഡനിൽ നിന്ന് ഞാൻ ഫ്രഷ് മിൻറ്റ് ലീവ്സ് തന്നെ പറിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനിത് മിക്സിയുടെ ചെറിയ ബൗളിലേക്ക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. നല്ല ചെറിയ പീസുകളായിട്ടത് നല്ല ക്രഷ് ചെയ്ത് കിട്ടും. നമുക്കത് ചുമ്മാ ഈ സാലഡിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അത് അരിയ ഒന്നും ആവശ്യമില്ല. നല്ല എളുപ്പമുള്ള പരിപാടിയാണ്. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. നമ്മുടെ സാലഡിലേക്ക് ആദ്യം തന്നെ മിൻറ്റ് ലീവ്സാണ് ഇട്ട് കൊടുക്കുന്നത്. അതിന് ശേഷം നമുക്കിതിൽ ക്രഷ്ഡ് ചില്ലി ഇട്ട് കൊടുക്കാം. മിൻറ്റ് ലീവ്സും ആ ക്രഷ്ഡ് ചില്ലിയും കൂടെ വരുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫ്ലേവർ നമുക്ക് ആ സാലഡ് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടും. അല്പം ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ ഞാൻ ഇതിലേക്ക് ക്രഷ്ഡ് ചില്ലിയുടെ കൂടെ തന്നെ കുറച്ച് ചീസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചീസും കൂടെ ഇടുമ്പോൾ ഇത് കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് കിട്ടും. കുറച്ചും കൂടെ ഒരു നമുക്ക് കഴിക്കാനൊക്കെ രസമാണ്. അതുപോലെ കുറച്ച് നാരങ്ങ നീരും കൂടി അങ്ങ് ഒഴിച്ച് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. സാലഡിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്തെടുക്കണം. നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ഫോർക്ക് വെച്ച് മിക്സ് ചെയ്യണേക്കായും എളുപ്പമാണ്. ഇങ്ങനെ ഒന്ന് നല്ല രീതിയിൽ ഷെയ്ക്ക് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഇതെല്ലാ ഭാഗത്താവും. നമ്മുടെ സാലഡിൻ്റെ ആ ഉപ്പും മധുരവും പുളിയും എല്ലായിടത്തും ആയിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു സാലഡാണ്. അപ്പോൾ എന്നും ഉണ്ടാക്കുന്ന സാലഡിൽ നിന്നും കുറച്ച് വ്യത്യാസമായിട്ട് ഇതുപോലെ പൈനാപ്പിൾ സാലഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പൈനാപ്പിൾ ഒത്തിരി ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ചൊക്കെ ആട്ടോ. വൈറ്റമിൻ സി ഒക്കെ ഉണ്ട്. അത് തന്നെ കൊളാജൻ ബൂസ്റ്റ് ചെയ്യും. നമ്മുടെ സ്കിന്നൊക്കെ ഗ്ലോ ചെയ്യാനൊക്കെ നല്ലതാണ്. ഇനി ഇതൊന്ന് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന സാലഡിലും ഒരു ചേഞ്ച് ആയിട്ട് ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്ക്. പിന്നെ ചിക്കൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതായ ഫ്രൈ ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ. അടിപൊളിയാട്ടോ. ഇനി നമുക്ക് പൈനാപ്പിളിൻ്റെ കറി ഉണ്ടാക്കാം. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വ്യത്യസ്തമായിട്ടുള്ളൊരു കറിയാണ്. പൈനാപ്പിളിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി ഇത് അല്പം വെള്ളം കൂടി ഒഴിച്ച് കറിവേപ്പിലേക്ക് ഇട്ട് കൊടുക്കണം. പച്ചമുളകൊക്കെ ഇടാം. ഇതൊക്കെ നമ്മുടെ എല്ലാ കറികളിലൊക്കെ ഇടുന്ന പോലെ തന്നെ, വ്യത്യാസമൊന്നുമില്ല. ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് തിളപ്പിച്ച് ആ പൈനാപ്പിളൊക്കെ ഒന്ന് വേവിച്ച് ഉടച്ചെടുക്കണം.
നമ്മൾ കുക്ക് ചെയ്യുമ്പം ഇതുപോലെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പാത്രങ്ങളിൽ കുക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. നമ്മൾ സാധാരണ പണ്ടൊക്കെ അലുമിനിയത്തിലാണ് എല്ലാവരും കുക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം അലുമിനിയത്തിലും നല്ലത് സ്റ്റെയിൻലെസ് സ്റ്റീൽ, നല്ല കട്ടിയുള്ളത് ഇതുപോലത്തെ പാത്രങ്ങൾ കിട്ടും. അപ്പോൾ അതിലാണ് ഞാൻ ഇങ്ങനെ എല്ലാം കുക്ക് ചെയ്യുന്നത്. നല്ലതാണ്, നല്ല ഹെൽത്തിയാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള പാത്രങ്ങൾ വാങ്ങിക്കണമെങ്കിൽ ഈ താഴെ കാണുന്ന ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. പൈനാപ്പിൾ വേവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് അരച്ച് ചേർക്കാനുള്ള തേങ്ങയൊക്കെ എടുക്കാം. 1 കപ്പ് തേങ്ങ, 1 കപ്പ് തൈര്, 1 ടീസ്പൂൺ ജീരകം, 1 പച്ചമുളക്, ഒരിത്തിരി കറിവേപ്പില, പിന്നെ 2 വെളുത്തുള്ളിയുടെ ചെറിയ അല്ലിയും കൂടി എടുത്ത് ഇതുപോലെ പേസ്റ്റ് പോലെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അരയ്ക്കുന്ന നേരത്തെ ഒരു അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്താണ് ഞാൻ അരച്ചത്. അങ്ങനെ നമ്മുടെ പൈനാപ്പിളൊക്കെ ഏതാണ്ടൊന്ന് വെന്ത് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഉടച്ച് ആ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ ആ കട്ടിയൊക്കെ പോയിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടും. അതിന് ശേഷമാണ് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന നമ്മുടെ ഈ മിക്സ് അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. പൈനാപ്പിളിൽ ഒത്തിരി ഗുണങ്ങളുണ്ടല്ലോ. അത് ഈ മാംഗനീസ് അതിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ ബോൺ ഹെൽത്തിന് നല്ലതെന്ന് പറയുന്നുണ്ട്. ഞാനിങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കിട്ടിയതാണ്. അതുകൊണ്ട് തന്നെ ഈ ആർത്രൈറ്റിസ് ഉള്ളവരുടെ ഈ മസിൽ വേദനകളൊക്കെ ഇല്ലേ, നമ്മൾ എക്സസൈസ് ജിമ്മിലൊക്കെ പോയിട്ട് വന്നിട്ട് നമ്മുടെ മസിലൊക്കെ പെയിൻ ഉണ്ടാകുന്നതിനും ഒക്കെ ഈ പൈനാപ്പിൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് കുറഞ്ഞ് കിട്ടാൻ നല്ലതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ പൈനാപ്പിൾ കറിയൊക്കെ ഉണ്ടാക്കാം, അതുപോലെ സാലഡ് ഉണ്ടാക്കാം, നിങ്ങളുടെ ചോയ്സ് പോലെ. ഇനി ഇതിലേക്ക് തിളച്ച് കഴിയുമ്പോൾ കടുക് വറുത്താണ് ഇടുന്നത്. കടുക് സാധാരണ നമ്മൾ വറ്റൽ മുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ട് വെളിച്ചെണ്ണയിൽ കടുക് വറുത്ത് ഇട്ടിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി അവസാനം നമുക്ക് ഒരു ടിപ്പ് പോലെ കുറച്ചൊരു ശർക്കര ചേർക്കാനുണ്ട്. ശർക്കര പൊടി ഇതുപോലെ ഒന്ന്, അല്ലെങ്കിൽ ശർക്കര പാനി ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ഇട്ടാലും മതി. ഇത് നന്നായിട്ട് തിളച്ചു. ഇനി ഞാൻ ആ ശർക്കര പൊടിയും കൂടി ചേർക്കാൻ പോവാണ്. ശർക്കര ഇടുങ്ങിൽ 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്താലും മതി. ശർക്കര ഇടുന്നതാണ് ടേസ്റ്റ്. അങ്ങനെ ഇത് നന്നായിട്ട് റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ചോറിന് ഇനി ഒരു പൈനാപ്പിൾ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ റെസിപ്പീസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും ഒരു കമൻറ്റും ഒക്കെ ഇടണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ ഇതുപോലെ വീഡിയോസ്, ഇതുപോലത്തെ കറികൾ, കുക്കിംഗ് ഇഷ്ടമുള്ളവർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കും ഇത് ഒരു ഗുണമായി തീരുമല്ലോ. Okay, thank you for watching. See you in another video. Bye.